അപ്പൊ ഇന്ന് ജയിൽ നോമിനേഷൻ ഉണ്ടായിരുന്നു, ക്യാപ്റ്റൻസി നോമിനേഷൻ ഉണ്ടായിരുന്നു. ജയിൽ നോമിനേഷനിൽ കുറച്ച് വാഗ്വാദങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. മാത്രമല്ല ക്യാപ്റ്റൻസി നോമിനേഷൻ ഇന്ന് നടന്നിട്ടുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഇന്ന് ഒരു മിഡ് വീക്ക് എവിക്ഷൻ പ്രാങ്ക് നടന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആദിലെ എന്നെ ഷാനവാസ് പെടുത്തി കളഞ്ഞു. അപ്പം എന്താണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നത്? വേറെ കണ്ടതൊന്നും ഇല്ല, ഈ 3 കാര്യങ്ങൾ മാത്രമേ ഇന്ന് മെയിൻ ആയിട്ട് നടന്നിട്ടുള്ളൂ. അപ്പം എന്താണെന്ന് ഇന്ന് നടന്നത് നമുക്ക് ഇന്ന് റിവ്യൂ ചെയ്യാം. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് ഒന്ന് കമന്റ് ചെയ്യുക, ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്ത് തരിക. മോർണിംഗ് സോങ്ങിന് ശേഷം ആദ്യം തന്നെ ജയിൽ നോമിനേഷൻ ആണ് കാണിക്കുന്നത്. ജയിൽ നോമിനേഷനിൽ കുറച്ച് നാടകീയ സംഭവങ്ങൾ, കുറച്ച് വൈകാരിക സംഭവങ്ങൾ, നാടകീയമല്ല വൈകാരിക സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പം ആദ്യം തന്നെ എല്ലാവരും വിചാരിച്ച ആര്യനെ ആയിരിക്കും കുറച്ചുകൂടെ എല്ലാവരും പറയുന്നത്. പക്ഷെ ആര്യനെയല്ല, കൂടുതൽ, അതായത് 10 പേരിൽ 9 പേര് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് അനുമോളെയാണ്. അനുമോളെ പറ്റി എല്ലാവരും പറഞ്ഞിട്ടുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് അക്ബറിനെ പറഞ്ഞത് എന്തോന്നാണ് അത് ഇതായിട്ട് എടുത്തു. അങ്ങനെ അതായത് അക്ബറിനെ ഈ ബസ്സിൽ നിൽക്കുന്ന ചിലവന്മാരെ പോലെ ഇടുന്ന അനുമോൾ ഒരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതെടുത്ത് പറഞ്ഞാണ് മിക്കവരും നോമിനേറ്റ് ചെയ്തത്. ആൻഡ് ഈ അടുക്കളയുടെ പ്രശ്നമൊക്കെ പറഞ്ഞാണ് എല്ലാവരും മിക്കവരും നോമിനേറ്റ് ചെയ്തത്. പിന്നെ അന്ന് രാത്രിയിലുണ്ടായ അടി അതും പറഞ്ഞാണ് മിക്കവരും നോമിനേറ്റ് ചെയ്തത്. അപ്പം ഇതിൽ എടുത്തു പറയേണ്ടത് ലക്ഷ്മിയെ പറഞ്ഞതാണ്. കാരണം ഒനീലിനെതിരെ ഒരു ഫോൾസ് അലിഗേഷൻ പറഞ്ഞ ലക്ഷ്മി, പൊട്ടിത്തെറിച്ച ലക്ഷ്മി ഇപ്പൊ തിരിച്ചു പറയാണ് അക്ബറിനെതിരെ അനുമോൾ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന്. അപ്പൊ ലക്ഷ്മിക്ക് അതിന് റിഗ്രറ്റ് വന്നിട്ടുണ്ട് ആ ഒരു കാര്യത്തിൽ. അപ്പം അതിനെ ബേസിലായിരിക്കും പറഞ്ഞത്. മാത്രമല്ല അനുമോൾ ഇവിടെ കുറച്ച് വൈകാരികമായിട്ടാണ് നോമിനേറ്റ് ചെയ്യുന്നത്. ഒരു കാര്യം ഞാൻ പറയാം, ഒരാൾ ഇമോഷണലി ഒരു കരയുന്ന കാര്യങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് നാടകമാണെന്ന്, അത് ആരായാലും ശരി, അനുമോളായാലും ശരി, അക്ബർ ആയാലും ശരി, അനീഷ ആയാലും ശരി, ആരായാലും ശരി, കരയുന്നതാണ്, വൈകാരികമായിട്ട് അവർ കരഞ്ഞു പറയുകയാണെങ്കിൽ വേറെ ഇറ്റ് ഈസ്, അത് ഞാൻ ഇമോഷണൽ ആയിട്ട് കരയാണെന്ന് തന്നെ പറയും. മറ്റ് ചില റിവ്യൂവേഴ്സിനെ പോലെ ഇത് ഡ്രാമ കളിക്കുകയാണ്, അതായത് അനുമോളുടെ കരച്ചിൽ നാടകമാണ്, അക്ബറിന്റെ നാടകമാണ് എന്നൊന്നും പറയാതിരിക്കാൻ പറ്റില്ല. കരച്ചിൽ തന്നെയാണ്, കണ്ണുനീര് വെള്ളം വരുന്നത് കരച്ചിൽ തന്നെയാണ്. അപ്പം അനുമോൾ കുറച്ച് വൈകാരികമായിട്ട് നെവിനെ പറയാണ്. നെവിൻ, ഞാൻ വന്ന കാലം മുതൽ നെവിൻ എന്നെ ദ്രോഹിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ, എന്നോട് ഭയങ്കര പേഴ്സണൽ ആയിട്ടാണ് നെവിൻ പെരുമാറുന്നതെന്നൊക്കെ അനുമോൾ പറയുന്നുണ്ട്. ആൻഡ് അതുപോലെ അക്ബറിനെയും പറയുന്നുണ്ട്. അക്ബർ എന്നെ മറ്റേ മൂക്കിന്റെ പാലൊക്കെ ഇടിച്ച് എല്ല് മുകളിലോട്ടായി എന്നൊക്കെ പറഞ്ഞ് അക്ബറിനെയും കരഞ്ഞുകൊണ്ടാണ് നോമിനേറ്റ് ചെയ്യുന്നത്. ആൻഡ് അതുപോലെ തന്നെ നെവിനും അക്ബറിനും ഇതിന്റെ പേര് നന്നായിട്ട് അനുമോൾക്കെതിരെ തിരിച്ചടിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും അവിടെ അനുമോൾ ഒഴിച്ച് ബാക്കി എല്ലാവരും അനുമോളെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അനുമോൾക്ക് നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ, അനുമോൾ ഒഴിച്ച് ബാക്കി എല്ലാവരും അനുമോളെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നോമിനേഷനിൽ 9 വോട്ടോടുകൂടി അനുമോളും 4 വോട്ടോടുകൂടി അനീഷും ജയിലിലേക്ക് പോവാണ്. ആൻഡ് ഇതിനുശേഷം അനീഷ് ക്യാമറയെ നോക്കിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയണം. അതായത് അനീഷ് എന്നാളും ഒരു ദിവസം പറഞ്ഞതുപോലെ തന്നെ അനീഷ് ക്യാമറ നോക്കി കുറച്ച് കാര്യങ്ങൾ, അതായത് മറ്റേ ചോക്ലേറ്റ് കോയിനെ പോലെ അതുപോലെ ക്യാമറ നോക്കി പറയാണ്, ബിഗ് ബോസ് ഞാൻ എന്ത് തെറ്റാണ് ബിഗ് ബോസ് ചെയ്തത്? ഇവിടെ എല്ലാവരും ഗ്രൂപ്പ് കളിച്ച് എന്നെ എപ്പോഴും എന്തിനാണ് ജയിലിലേക്ക് വിടുന്നത്? എനിക്ക് ബിഗ് ബോസിന്റെ കയ്യിൽ നിന്ന് ഒരു എക്സ്പ്ലനേഷൻ വേണം. എന്തിനാണ് ഇവർ ജയിലിലേക്ക് വിടുന്നത്? അത് അവരല്ലേ പറയണ്ട, ബിഗ് ബോസ് അല്ലല്ലോ പറയേണ്ടത്. അല്ല, ജയിലിലേക്ക് വിടുന്നത് ഇവരല്ലേ, അല്ലാതെ ബിഗ് ബോസ് അല്ലല്ലോ. അപ്പൊ അത് അനീഷ് ക്യാമറ നോക്കി ഇങ്ങനെ പറയുന്നുണ്ട്. ഷാനവാസ് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നുണ്ട്. ആരെയും പോയിട്ട് കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കരഞ്ഞ് അനീഷിനെ മോക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളെ കള്ളത്തരം ഇവിടെ എല്ലാവർക്കും അറിയാം, നിങ്ങളെ മാനിപ്പുലേഷൻ ഇവിടെ എല്ലാവർക്കും അറിയാന്ന് പറഞ്ഞ് അനീഷിനെ അവിടെ പറയുന്നുണ്ട്. ആൻഡ് ഇതിനുശേഷം ഷാനവാസ് അനുവും കൂടെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ അനുമോള് പറയുന്നുണ്ട്, എന്നെ ജയിലിൽ വിടുന്നത് ഓക്കെ, ഞാൻ ചെയ്ത തെറ്റിനാണ്, എനിക്കത് അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷെ എന്തിനാണ് അനീഷിനെ ജയിലിലേക്ക് വിട്ടത് എന്നെല്ലാരും പറയുന്നത്. അപ്പൊ ഷാനവാസും പറയുന്നത് അനീഷ് ജയിലിൽ പോകേണ്ട ഒരു കാര്യമില്ല, പോവേണ്ടത് ആര്യൻ തന്നെയായിരുന്നു എന്ന് പറഞ്ഞു. കാരണം ഷാനവാസ് ഇവിടെ വോട്ട് ചെയ്തത് ആര്യനെ തന്നെയാണ്. കാരണം മറ്റേ പാലിന്റെ കേസ്, കോയിന്റെ കേസ് എല്ലാം പറഞ്ഞ ആര്യൻ തന്നെയാണ് ഷാനവാസിനെ നോമിനേറ്റ് ചെയ്തത്. അങ്ങനെ അവര് തമ്മിൽ സംസാരിക്കുകയാണ്. അപ്പം ഇവര് പറയുന്നത് എന്താന്ന് വെച്ചാൽ അനീഷ് ജയിലിൽ പോകാനുള്ള യോഗ്യത ഇല്ലായിരുന്നു എന്ന് പറയുന്നത്. പക്ഷെ അനീഷിനല്ല, സോറി തെറ്റിപ്പോയി. ആൻഡ് അങ്ങനെ അവരവിടെ ബെഡ് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. ഇതിനുശേഷം നമ്മുടെ അക്ബറും ആര്യനും നെവിനെയും ക്യാപ്റ്റൻസിയിലൂടെ സെലക്ട് ചെയ്യുന്നുണ്ട്. ക്യാപ്റ്റൻസിയിലുള്ള കാരണങ്ങൾ ആരും പറയുന്നില്ല, ക്യാപ്റ്റൻസിയിലോട്ട് സെലക്ട് ചെയ്യാണ്. പക്ഷെ ഇതിൻ്റെ ഇടയ്ക്ക് സെലക്ട് ചെയ്ത് വിടുകയാണ്. എന്നിട്ട് ഇതിനുശേഷം അനീഷും അനുമോളും ജയിലിലേക്ക് പോവാണ്. അനീഷാണെങ്കിൽ
എന്തൊക്കെ പറയുന്നുണ്ട്, ആരെയും ആദിലെയും കൂടെ കളിയാക്കി വിടുന്നുണ്ട്. ഞാൻ പറഞ്ഞെന്താണെന്ന് ഞാൻ ഓർക്കുന്നില്ല. ആൻഡ് ഇവിടെ അനിമോളും സാവുമാനും കൂടെ വഴക്കൊണ്ടാണ്. അപ്പൊ സാവുമാൻ പറയുന്നത് കുപ്പി ഒന്നും അകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ ഇവിടെ ബാക്കിയുള്ളവരെല്ലാം കൊണ്ടുപോയിട്ടുണ്ട്, അതൊന്നും എനിക്കറിയില്ല, കുപ്പി കൊണ്ടുപോകാൻ പാടില്ലെന്ന് സാവുമാൻ പറയുന്നുണ്ട്. പക്ഷെ നീ ബാക്കിയുള്ളവർ പറയുന്നല്ലേ കേട്ടിട്ടുള്ളത്, ശരിക്കും ഒന്നും അറിയില്ലല്ലോ എന്ന് പറഞ്ഞ് സാവുമാൻ അനിമോൾ കുറെ പറയുന്നതുകൊണ്ട് ജയിലിലേക്ക് കയറി പോകുന്നുമുണ്ട്. പക്ഷെ അവരുടെ ജയിൽ ടാസ്ക് ഒന്നും കാണിക്കുന്നില്ല. ഇതിനുശേഷം ഷാനവാസിനെ ഇവിടെയാണ് നമ്മുടെ പ്രാങ്ക് തുടങ്ങുന്നത്. അതായത് നമ്മുടെ ബിഗ് വീക്ക് എവിക്ഷൻ പ്രാങ്ക് തുടങ്ങുന്നത്. ഷാനവാസിനെ നമ്മുടെ ഉജാലയുടെ ഒരു ടാസ്ക് ലെറ്റർ വായിപ്പിക്കാൻ വേണ്ടി വിളിക്കുകയാണ്. അപ്പോഴാണ് ബിഗ് ബോസ് പറയുന്നത്, ഇന്ന് ഇവിടെ ഒരു ഞാനൊരു സീക്രട്ട് ടാസ്ക് ഷാനവാസിനെ ഏൽപ്പിക്കുകയാണ്, ഒരു പ്രാങ്ക് ആണ്. ഇന്ന് ഇവിടെ കുറച്ച് കഴിയുമ്പോൾ ഞാൻ മിഡ് വീക്ക് എവിക്ഷൻ അനൗൺസ് ചെയ്യും. അപ്പൊ അനൗൺസ് ചെയ്യുമ്പോൾ ഒരാളെ എല്ലാവരും കൂടെ ചേർന്ന്, എല്ലാവരും അല്ല 6 പേരെങ്കിലും ചേർന്ന് നോമിനേറ്റ് ചെയ്ത് മിഡ് വീക്ക് എവിക്ഷനിൽ വിടണം. അത് ആര് വേണമെന്ന് ഷാനവാസ് തീരുമാനിക്കാം. ഇതൊരു ഫേക്ക് സീക്രട്ട് ടാസ്ക് ആണെന്ന്, മിഡ് വീക്ക് എവിക്ഷൻ സീക്രട്ട് ടാസ്ക് ആണെന്ന് ഒരാളോട് മാത്രം പറയാം. അപ്പൊ വിശ്വസ്തനായിട്ടുള്ള ഒരാൾ അക്ബറിനെ ഷാനവാസ് ചൂസ് ചെയ്യുകയാണ്. പിന്നെ എവിക്റ്റ് ചെയ്യാൻ വിടുന്നത് ഉടനടി ഷാനവാസ് പറയുന്നത് ആദിലയുടെ പേരുമാണ്. അങ്ങനെ എന്ത് ചെയ്തു, ഷാനവാസ് വന്നിട്ട് ഉജാലയുടെ ആ ലെറ്റർ വായിക്കുകയാണ്, സ്പോൺസർ ടാസ്കിന്റെ ലെറ്റർ വായിക്കുകയാണ്. ഇതിനുശേഷം സ്പോൺസർ ടാസ്ക് അവിടെ നടക്കുകയാണ്. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഷാനവാസ് വന്നിട്ട് അക്ബറിനോട് കാര്യം പറയണം, അക്ബറെ ഇങ്ങനെയാണ് കാര്യം, ഇങ്ങനെ ബിഗ് ബോസ് തന്നെ സീക്രട്ട് ടാസ്ക് കേൾപ്പിച്ചിട്ടുണ്ട്, ഇങ്ങനെയാണ് കാര്യം. അപ്പൊ അക്ബർ പറയുന്നു ഓക്കെ ചെയ്യാൻ പറയുന്നു. അപ്പം ആരൊക്കെ ഇവര് എല്ലാരും പതിപോലെ പറയണം. അപ്പം ആര്യനോടും നെവിനോടും അക്ബറും ലക്ഷ്മിയോടും സാവുമാനോടും നമ്മുടെ ഷാനവാസും പോയിട്ട് പറയുന്നുണ്ട്. അപ്പൊ ലക്ഷ്മിയും സാവുമാനും കേട്ടപ്പോ തന്നെ ഓക്കെ ചെയ്യാന്ന് പറയുന്നു. പക്ഷെ ആര്യനും നെവിനും ഒട്ടും കൺവീൻസ് ആവുന്നില്ല. ഇത് ഇയാളുടെ പ്രാങ്ക് ആണെങ്കിലോ, ഇയാളെ അന്ന് വിട്ടിട്ട് തിരിച്ചു പണി കൊടുത്താൽ എന്നൊക്കെ പറഞ്ഞാൽ ആരും കുറെ ഈ സമയത്ത് ആരും, എനിക്ക് തോന്നുന്നു ആരും മണ്ടത്തരം പറഞ്ഞോളൂ ഇവർ തോന്നുന്നു. കാരണം നമുക്ക് അനിമോളെ പുറത്താക്കിയാൽ പോലെ, എന്തിനാണ് ഈ ആദിലിനെ പുറത്താക്കുന്നത്? കാരണം ആദിലിനെ പുറത്താക്കാൻ താല്പര്യമില്ല. ആര്യം കാണുന്ന ആദില് നല്ലൊരു സ്ട്രോങ് ഗെയിമർ ആണെന്നുള്ള നിലയ്ക്കാണ് ആര്യം കാണുന്നത്. അപ്പൊ ആര്യം പറയുന്നത് അനിമോൾ ഇവിടെ സ്ട്രോങ് ഗെയിമർ അല്ലേ, അവളല്ലേ പുറത്താക്കേണ്ടത്, പുറത്ത് പി ആറിന്റെ വർക്കൊക്കെ ഉള്ളതല്ലേ എന്നും പി ആറിന്റെ വർക്ക് കാരണം അവിടെ നിൽക്കുന്നില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ആര്യം കിടന്ന് അക്ബറിനോട് പറയുന്നുണ്ട്. അപ്പൊ എല്ലാരും കൂടെ പറഞ്ഞ് ഏകദേശം കൺവീൻസ് ആവുന്നുണ്ട്. ആൻഡ് ഇതിനുശേഷം മിഡ് വീക്ക് എവിക്ഷൻ പ്രാങ്ക് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ബിഗ് ബോസ് പറയാണ്, മിഡ് വീക്ക് എവിക്ഷൻ ഞാൻ നിർബന്ധിതനായിരിക്കുകയാണ്, അതുകൊണ്ട് മിഡ് വീക്ക് എവിക്ഷൻ നിങ്ങൾ തന്നെ ചൂസ് ചെയ്ത് ഒരാളെ എവിക്റ്റ് ചെയ്ത് വിടണം എന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്യാണ്. അപ്പൊ അങ്ങനെ അനൗൺസ് ചെയ്യുമ്പോൾ നമ്മുടെ അനിമോളാണെങ്കിൽ നെവിനെ പറയുന്നുണ്ട്, അനീഷ് ആണെങ്കിൽ ആര്യനെ കുറെ പറയുന്നുണ്ട്. ആര്യൻ ഞാനിവിടെ പണക്കാരനായിട്ട് അതിന്റെ ബലത്തിൽ PR വർക്ക് കൊടുത്ത് നിൽക്കുകയാണ്, പലവട്ടം പറഞ്ഞിട്ടുണ്ട് എന്ന് അനീഷിന്റെ മോദിക്ക് ആര്യം പറഞ്ഞു. ആര്യനാണെങ്കിൽ ഞെട്ടിച്ച് ഞാനെപ്പോ പറഞ്ഞു ഈ കള്ളമാണെന്ന് എന്റെ മുഖത്ത് നോക്കി കള്ളം പറയില്ലെന്ന് പറഞ്ഞ ആര്യനെ അടക്കണമെന്ന് ബഹളം വെക്കുന്നുണ്ട്. ആൻഡ് ഇതിന് ശേഷം അനിമോള് വന്നിട്ട് നെവിനെ പറയുന്നു, ആദില വന്നിട്ട് നമ്മുടെ ഷാനവാസിനെ, നൂറയും ഷാനവാസും തന്നെ വേണം പറയുന്നത്. അങ്ങനെ 6 വോട്ടും കിട്ടിയത് ആദിലേക്ക്. അങ്ങനെ ആദിലയോട് പുറത്തു വരാൻ പറയാം. അപ്പൊ ആദില നേരെ ബെഡ്റൂമിൽ പോയിട്ട് ആദില നൂറിനെ കുറെ നേരം ഹഗ് ചെയ്ത് കരയുന്നുണ്ട്. എന്നിട്ട് നൂറ സ്ട്രോങ് ആയിട്ട് അവിടെ നിൽപ്പുണ്ട്. ആൻഡ് അനിമോളെ ഹഗ് ചെയ്ത് കരയുന്നുണ്ട്. 3 പേരും കൂടെ ചേർന്ന് കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. ഇതിനുശേഷം അക്ബറിനെ ഹഗ് ചെയ്യുന്നു. അപ്പൊ ഇതിനിടയ്ക്കൊക്കെ ആര്യനാണെങ്കിൽ അതൊരു പ്രാങ്ക് ആണ്, സീക്രട്ട് ടാസ്ക് ആണ്, ഓക്കെ. പക്ഷെ ആര്യന് ഭയങ്കര വിഷമം. കാരണം ആദിലേനെ പുറത്താക്കില്ല ആര്യൻ. കാരണം എനിക്ക് ആദിലേനെ പുറത്താക്കാൻ ഒരു താല്പര്യമില്ല, എന്തൊരു ഒരു അൺഡിസേർവിങ് ആണ് അങ്ങനെയൊക്കെ പറഞ്ഞ് ആര്യൻ കിടന്ന് ഭയങ്കര വിഷമം ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ആര്യൻ ആദിലയുടെ അടുത്തേക്കേ പോകുന്നില്ല. നിങ്ങളെ റാങ്ക് പറഞ്ഞ ഇല്ലെങ്കിൽ ഞാൻ ഒട്ടും ആദിലെ നോമിനേറ്റ് ചെയ്തെന്ന് ഷാനവാസിനോട് പറയുന്നുണ്ട് നമ്മുടെ ആര്യൻ. അങ്ങനെ എന്ത് ചെയ്തു, എല്ലാവരും അക്ബറിനെ ഹഗ് സോറി എന്നൊക്കെ പറഞ്ഞ് അക്ബർ പാവയുടെ കാര്യം പറഞ്ഞാണ് അക്ബർ നോമിനേറ്റ് ചെയ്തത്. അങ്ങനെ കരയുന്നുണ്ട്, എല്ലാവരും വിഷമിക്കുന്നുണ്ട്. അതിനുശേഷം എന്ത് ചെയ്യാണ്, ആദില ഷാനവാസിന് കൈ കൊടുക്കുമ്പോൾ ഷാനവാസ് മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ മാറി പോവുകയാണ് ചെയ്യുന്നത്. അപ്പം മെയിൽ ഷോരീസോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുറത്തിറങ്ങിയിട്ട് ഷാനവാസ് ഒഴിച്ച് ബാക്കി എല്ലാവരും എനിക്കൊരു ഫോട്ടോ എടുക്കണം. അപ്പൊ അക്ബർ ആര്യനൊക്കെ വിളിക്കുമ്പോൾ ഷാനവാസ് പോകുന്നില്ല. എന്നിട്ട് ആദില നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഫോട്ടോ എടുക്കുന്നതിന് മുമ്പേ തന്നെ ബിഗ് ബോസ് ഡോർ ഓപ്പൺ ചെയ്ത് അകത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ആദില തിരിച്ചു വരും. അപ്പൊ ആദില തിരിച്ചു, അപ്പൊ യെസ് ബിഗ് ബോസ് ഞാൻ വരുന്നു.
അതല്ല, തിരിച്ചു വരൂ, വീട്ടിലേക്ക് കയറി വരൂ എന്ന് പറഞ്ഞ് ബിഗ് ബോസ് പ്രാങ്ക് ആണെന്ന് ആ പ്രാങ്ക് അങ്ങ് പൊട്ടിക്കുകയാണ്. ബിഗ് ബോസ് പൊട്ടിക്കുകയാണ്, സസ്പെൻസ് പൊട്ടിക്കുകയാണ്. അപ്പൊ എല്ലാരും കൂടെ പറയുന്നുണ്ട്. എന്നിട്ട് ആദിലെ നുറങ്ങണ ഷാനവാസിനെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. ഷാനവാസ് എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്. ഇതിന് ശേഷം നമ്മുടെ അനീഷിന് പൊട്ടി. അതായത് ഈ ഷാനവാസ് വിശ്വാസവഞ്ചന കാണിച്ചത് പിന്നെ അനീഷ് പറയാണ്. അതായത് ഈ പ്രാങ്കിന്റെ കാര്യം അനീഷിനോട് പറയാത്ത എന്താണ്. അപ്പൊ ലക്ഷ്മി ഷാനവാസ് ആദ്യം കൂടെ സംസാരിക്കുകയാണ്. അപ്പൊ ലക്ഷ്മി ഷാനവാസം പറയുന്നുണ്ട്, ഞാൻ മനഃപൂർവ്വം അനീഷിനെ വിളിക്കാത്ത തന്നെയാണ് ഷാനവാസ് ലക്ഷ്മിയോട് പറയണം. അപ്പൊ ഇതിന് ശേഷം അനീഷ് അന്നത്തെ കണക്ക് ഒച്ചപ്പെട്ട് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ക്യാമറ നോക്കി, നമ്മുടെ മൈജി കോർണറിലെ ക്യാമറ നോക്കി പറയാണ്, വിശ്വാസവഞ്ചന, ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനീഷ് അവിടെ കിടന്ന് വിശ്വാസവഞ്ചന ഫേക്ക് ഫ്രണ്ട്ഷിപ്പും പറഞ്ഞ് ഷാനവാസിനെ കുറെ പറയുന്നുണ്ട്. ഒറ്റയ്ക്ക് ഇരുന്ന് വിഷമിച്ച് പറയുന്നുണ്ട്. ഇതിനുശേഷം ഷാനവാസ് മിണ്ടാൻ നോക്കുമ്പോൾ അനീഷ് മിണ്ടുന്നില്ല. നമുക്കിനി ഫ്രണ്ട്ഷിപ്പ് വേണ്ട ഷാനവാസെ, ഞാൻ വിടുകയാണ് എന്ന് പറയാണ് അനീഷ്. അപ്പൊ അനീഷ് നല്ലോണം വിഷമമായി. കാരണം ഷാനവാസ് ഇത് പറയാത്തോണ്ട് അനീഷ് നല്ലോണം വിഷമമായി. പക്ഷെ ഷാനവാസ് പറയുന്നത് അനീഷിനെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം അനീഷ് ഇവിടെ ഒച്ച എടുത്ത ഷാനവാസിനെ പണി നോക്കും ഷാനവാസ് എന്നൊക്കെ നമ്മുടെ അനീഷ് പറയുന്നാണ് ഇവര് എല്ലാരും പറയുന്നത്. പക്ഷെ അതിലും കാര്യമില്ലാതില്ല. എന്നാലും അനീഷ് നല്ലോണം വിഷമമായി. അപ്പൊ ഇവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. ആൻഡ് എനിവേ, നാളെ ലാലേട്ടന്റെ എപ്പിസോഡാണ്. ഇന്ന് ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് ആരാണ് എവിക്റ്റ് ആയെന്ന് നമുക്ക് നോക്കാം. മിക്കവാറും നാളെ അനുമോളായിട്ട് റോസ്റ്റ് ചെയ്യും. നമ്മുടെ ലാലേട്ടൻ അനുമോളെ നന്നായിട്ട് റോസ്റ്റ് ചെയ്യും. കാരണം അങ്ങനെ പറഞ്ഞത്, മറ്റേ ബസ്സിന്റെ ആ കാര്യം പറഞ്ഞത് ഒക്കെ പറഞ്ഞ് നല്ലോണം റോസ്റ്റ് ചെയ്യും. അപ്പൊ നാളെ അനുമോളുടെ റെസ്പോൺസ് എങ്ങനെയാണെന്ന് അറിയണം. ആൻഡ് അതുപോലെ തന്നെ ടാസ്ക് അനാലിസിസ് എന്ത് ചെയ്തു എന്ന് അറിയണം. എന്തൊക്കെയാണ് പിന്നെ അനുമോളുടെ കിച്ചൺ എല്ലാം മിക്കവാറും നാളെ അനുമോളിന് വൃത്തി കിട്ടും കേട്ടോ. അനുമോളെ നല്ല വൃത്തി എല്ലാവരുടെ കൊടുക്കും. ആൻഡ് ആരാണ് എവിക്റ്റ് ആവുന്നതെന്ന് അറിയണം. ടിക്കറ്റ് ഫിനാലേക്കായിട്ട് എന്തെങ്കിലും ഒരു ഗ്രാൻഡ് ലോഞ്ച് പോലത്തെ എന്തെങ്കിലും അന്ന് കഴിഞ്ഞ സീസണിൽ കൊടുത്ത ഫസ്റ്റ് ടാസ്ക് ആയിട്ട് ലാലേട്ടൻ എന്തെങ്കിലും ഒരു ടാസ്കും കൊണ്ടാണോ വരുന്നത്, അതൊക്കെ നമുക്ക് അറിയാം. സോ ഇന്നത്തെ റിവ്യൂ ഇത്രയേ ഉള്ളൂ. അപ്പം വേറൊന്നും പറയാനില്ല. നമുക്ക് നോക്കാം നാളെ ആരാണ് എവിക്റ്റ് ആവുന്നതെന്ന്. സോ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾ ദയവേത് വീഡിയോ കാണുന്നത് ലൈക്ക് ചെയ്യുക, ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഒന്ന് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. താങ്ക് യു.